ജനറ്റിക് ഡിസോർഡേഴ്സ് മെയിൻ ആയിട്ടും രണ്ട് ടൈപ്പ് ആണ്. ഒന്ന് മെന്റേലിയൻ ഡിസോർഡേഴ്സ് ആണ്, രണ്ടാമത്തെ ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആണ്. മെന്റേലിയൻ ഡിസോർഡേഴ്സിലാണ് നമ്മൾ ആദ്യം പഠിക്കുന്ന സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ, അതുപോലെ കളർ ബ്ലൈൻഡ്നെസ്, ദെൻ ഫിനൈൽ കീറ്റോണിയൂറിയ, തലാസീമിയ, ഇതെല്ലാം വരുന്നത് മെന്റേലിയൻ ഡിസോർഡേഴ്സിലാണ്. അതായത് ഒരു ജീനിൽ ഉണ്ടാകുന്ന പ്രശ്നം, ഒരു ജീനിന്റെ മ്യൂട്ടേഷനോ ഓൾട്രേഷനോ കാരണം ഉണ്ടാകുന്ന പ്രശ്നത്തെയാണ് നമ്മൾ മെന്റേലിയൻ ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. ഒരു ജീനിലായിരിക്കും പ്രശ്നം ഉണ്ടാകുന്നത്. അതേസമയം ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ക്രോമസോമിനെ ആയിരിക്കും അത് ബാധിക്കുന്നത്. അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, പോളിപ്ലോയിഡിയും അന്യൂപ്ലോയിഡിയും. പോളിപ്ലോയിഡി നമുക്ക് പഠിക്കാനില്ല, കാരണം അത് മനുഷ്യരിൽ ഉണ്ടാകാറില്ല, അത് ചെടികളിലാണ് കൂടുതലും പോളിപ്ലോയിഡി ഡിസോർഡേഴ്സ് ഉള്ളത്. അന്യൂപ്ലോയിഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രോമസോമിനോ രണ്ട് ക്രോമസോമിനോ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അന്യൂപ്ലോയിഡി എന്ന് പറയുന്നത്. പോളിപ്ലോയിഡി എന്ന് വെച്ചാൽ ഫുൾ സെറ്റിനെയും അത് ബാധിക്കും, 23 ക്രോമസോമിനെയും ബാധിക്കും, അതിന്റെ എണ്ണം കൂടും കുറയും അങ്ങനെയൊക്കെ സംഭവിക്കും. അതാണ് പോളിപ്ലോയിഡി. അന്യൂപ്ലോയിഡി എന്ന് വെച്ചാൽ ഒരു ക്രോമസോമിനായിരിക്കും അത് ബാധിക്കുക. അതിലാണ് നമ്മൾ 3 ഡിസീസുകൾ പഠിക്കുന്നത്: ക്ലെൻഫെൽറ്റർ സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം ആൻഡ് ടർണർ സിൻഡ്രോം. സോ അടിപൊളിയായിട്ട് ഈ ക്ലാസിഫിക്കേഷൻ പഠിച്ചു വെക്കൂ, പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്.